ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ മലയാള താരങ്ങളൊക്കെ ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത്. ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ മലയാള സിനിമയുടെ ഇക്കയും കുഞ്ഞിക്കയും ചെന്നൈയിലേക്കാണ് പോയത്. മകളുടെ കൂടെയുള്ള ആദ്യ പെരുന്നാൾ ആഘോഷിക്കുന്ന സന്തോഷത്തിലാണ് ദുൽഖർ. ഹൈദരാബാദിൽ നിന്നും സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം ദുൽഖർ നേരെ അമാലിന്റെയും കുഞ്ഞിന്റെയും അടുത്തേക്കാണ് പറഞ്ഞത്. ഒപ്പം മമ്മൂട്ടിയും. ദുൽഖറിന്റെ മകൾ മറിയം അമീറ സൽമാന്റെ ആദ്യ പെരുന്നാളായിരുന്നു ഇത്. കുഞ്ഞിന്റെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ മമ്മൂട്ടിയും ചെന്നൈയിലുണ്ട്. ചെന്നൈ ആർക്കേപുരത്തെ പള്ളിയിലായിരുന്നു ദുൽഖറും മമ്മൂട്ടിയും പെരുന്നാൾ നമസ്കാരത്തിന് എത്തിയത്. ഇരു താരങ്ങളും ഫേസ്ബുക്കിലൂടെ പെരുന്നാൾ ആശംസകളും ആരാധകർക്കായി പങ്കുവച്ചിരുന്നു. തമിഴിലെ യുവതാരവും പ്രഭുവിന്റെ മകനുമായ വിക്രം പ്രഭു ചെന്നൈയിലെ ദുൽഖറിന്റെ വീട്ടിലെത്തിയിരുന്നു. ഈ ചിത്രമാണ് ഈദ് ദിനത്തിൽ ദുൽഖർ ആരാധകർക്കായിട്ട് പങ്കുവച്ചത്. കൂട്ടുകാരൻ സമീർ ഹംസയ്ക്കൊപ്പം ദുബായിലായിരുന്നു മോഹൻലാലിന്റെ ഈദ് ആഘോഷം. പ്രണവ് മോഹൻലാലും ഒപ്പമുണ്ടായിരുന്നു. മൈലാഞ്ചി മൊഞ്ചുള്ള ചിത്രം പോസ്റ്റ് ചെയ്തായിരുന്നു നടി നസ്രിയ പെരുന്നാൾ ആഘോഷിച്ചത്. ഫഹദ് ഫാസിലിനൊപ്പമുള്ള മൂന്നാമത്തെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് നസ്രിയ നസീം. എല്ലാ വർഷവും പെരുന്നാളിനും റംസാനും ഒക്കെ ഫഹദിനൊപ്പം നിന്ന് ഒരു സ്പെഷ്യൽ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടുന്നത് നസ്രിയയുടെ ഒരു ശീലമാണ്. ഇത്തവണയും ആ പതിവൊന്നും തെറ്റിച്ചിട്ടില്ല. ഫഹദ് ഫാസിലിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയ്ക്കൊപ്പമാണ് നസ്രിയ ആരാധകർക്ക് ഈദ് ആശംസകൾ അറിയിച്ചത്. മണിക്കൂർ 1 കഴിയുന്നതിന് മുമ്പ് തന്നെ ഫോട്ടോ വൈറലായി. ഒരാഴ്ച മുമ്പ് നസ്രിയ ഗർഭിണിയാണെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. അല്ല എന്നതിന് തെളിവ് കൂടിയാണ് റംസാൻ ആശംസ നേർന്നുകൊണ്ട് ഫേസ്ബുക്കിലൂടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. അല്പം കൂടെ ആളൊന്നും മെലിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പെരുന്നാൾ ദിനമായ ഇന്നലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു അതിഥി എത്തി. രോഗികളും കൂടെ നിന്നവരുമൊക്കെ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി അമ്പരന്നു. മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല, ആസിഫ് അലി തന്നെയല്ലേ എന്ന് പരസ്പരം ചോദിച്ച് അവരൊന്ന് ഉറപ്പുവരുത്തി. പിന്നൊരു ആവേശമായിരുന്നു. രോഗമൊക്കെ മറന്ന് രോഗികളും രോഗികൾക്ക് കൂട്ടുനിന്നവരും ഒക്കെ ആസിഫ് അലിയുടെ ചുറ്റും അങ്ങ് കൂടി. ഹോസ്പിറ്റലിലുള്ള രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും മധുരം നൽകി താരം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. തന്റെ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് തന്നെ താഴെ കാത്തുനിന്ന ആരാധകരോടൊപ്പം സമയം പങ്കിട്ടാണ് കിങ് ഖാൻ ഇത്തവണ ഈദ് ആഘോഷിച്ചത്. Nizagari, nizagari sa